നമ്മൾ മോഹൻലാലിന്റെ വമ്പൻ ചിത്രങ്ങൾക്ക് വേണ്ടിയാണ് കാത്തിരിക്കുന്നത്. അതിൽ ഏറ്റവും ആദ്യം പറയേണ്ടത് എമ്പുരാൻ തന്നെയാണ്. അതിന് പിന്നാലെയായി നിരവധി ചെറിയ ചിത്രങ്ങൾ നമ്മുടെ മുന്നിലേക്ക് വരുന്നുണ്ട്. തുടരും, ഹൃദയപൂർവ്വം എന്നീ ചിത്രങ്ങൾ. ഇതൊക്കെ കൂടാതെ മോഹൻലാൽ പാൻ ഇന്ത്യൻ ലെവലിൽ എത്താൻ പോകുന്ന സിനിമകളിലും നമ്മൾ ഉടനെ തന്നെ കാണാൻ പോവുകയാണ്. ഋഷഭോ പോലുള്ള സിനിമകൾ. ഇതെല്ലാം മോഹൻലാലിന്റെ വരാൻ പോകുന്ന സിനിമകളാണ്. എന്നാൽ പ്രഖ്യാപിച്ചതും പ്രഖ്യാപിക്കാൻ പോകുന്നതുമായ ചില സിനിമകൾ നമ്മളെ ശരിക്കും വിസ്മയിപ്പിക്കുന്നു. ദൃശ്യം 3 പോലത്തെയും അനൂപ് മേനോൻ ഒരുക്കാൻ പോകുന്ന മോഹൻലാൽ ചിത്രം പോലത്തെയും അങ്ങനെ ചില സിനിമകൾ. എന്നാൽ ഇത് മാത്രമല്ല, മോഹൻലാലിന്റേതായി നിരവധി ചിത്രങ്ങൾ പ്രഖ്യാപിക്കാൻ ഇരിക്കുന്നുവെന്ന് പലപ്പോഴായി വാർത്തകൾ വരികയാണ്. ഒന്ന് ആശീർവാദ് സിനിമാസിന്റെ ബാനറിൽ തന്നെ വരാൻ പോകുന്ന സിനിമകൾ ഉണ്ടെങ്കിൽ മറ്റ് പ്രൊഡക്ഷൻ ഹൗസുകളിൽ വരാൻ പോകുന്ന സിനിമകളാണ്. എന്നാൽ ഇതൊന്നും മാത്രമല്ല, മോഹൻലാലിനെ വെച്ച് പ്ലാൻ ചെയ്യുന്നത് ബിഗ്ഗസ്റ്റ് പ്രൊഡക്ഷൻ ഹൗസുകളാണ്, ടെക്നീഷ്യന്മാരാണ് എന്നതൊക്കെയാണ് ശരിക്കും അതിശയപ്പെടുത്തുന്നത്. അങ്ങനെ ഒരു സംഭവത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് ഇന്ന് ഒരു സൂചന തന്നിരിക്കുകയാണ് പ്രമുഖ മൂവി അനലിസ്റ്റ്. മോഹൻലാലിന്റെ ഇതുവരെ വെളിപ്പെടുത്താത്ത ഒരു പ്രോജക്റ്റിന്റെ കാര്യം പറഞ്ഞുകൊണ്ടാണ് അവർ ഇന്നേ ദിവസം എത്തിയത്. മോഹൻലാലിന്റെ ഇതുവരെ വെളിപ്പെടുത്താത്ത ഒരു പ്രോജക്റ്റ്, ആ പ്രോജക്റ്റിനെ കുറിച്ച് ചില സൂചനകൾ അവർക്ക് ലഭിച്ചു. കാരണം ആ പ്രോജക്റ്റിൽ വരാൻ പോകുന്നത് ചില ഗംഭീര ടെക്നീഷ്യന്മാരാണ്. ടെക്നീഷ്യന്മാർ എന്ന് പറയുമ്പോൾ നമ്മളെ കൊതിപ്പിച്ച ചില ടെക്നീഷ്യന്മാർ അന്യഭാഷാ സിനിമകളിലുണ്ട്. സംഗീതത്തിൽ അനിരുദ്ധ് രവിചന്ദറും തമാനും പോലുള്ള സംഗീതജ്ഞർ മോഹൻലാൽ സിനിമയിൽ എത്തിയാൽ എങ്ങനെയിരിക്കും എന്നുള്ള ആകാംക്ഷ പ്രകടിപ്പിച്ചുകൊണ്ട് പലതവണ ആരാധകർ സോഷ്യൽ മീഡിയകളിൽ എത്തുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അങ്ങനെ ഒരു വലിയ കാത്തിരിപ്പിന് ശേഷമാണ് അനിരുദ്ധിന്റെ BGMൽ ഒരു മോഹൻലാൽ വരവ് നമ്മൾ ജയിലറിലൂടെ കണ്ടത്. ഇനി തമാന്റെ മ്യൂസിക്കിൽ മോഹൻലാൽ എത്തിയാൽ എങ്ങനെയിരിക്കും എന്നത് അടുത്തിടെ വലിയ രീതിയിൽ ചർച്ചയായിരുന്നു. കാരണം ബാലയ്യ അവതരിപ്പിച്ച് ഈ അടുത്തിടെ പുറത്തിറങ്ങിയ ഡാക്കു മഹാരാജ് എന്ന ചിത്രം വലിയ രീതിയിൽ മലയാളികൾക്കിടയിൽ ചർച്ചയായിരുന്നു. ആദ്യം ട്രോളുകളിൽ നിറഞ്ഞെങ്കിലും OTT ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ആ സിനിമയ്ക്ക് ഗംഭീര പ്രശംസയാണ് എങ്ങു നിന്നും ലഭിച്ചത്. ഇനി ആരും ഈ ചിത്രത്തെ ട്രോളരുത് എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ സോഷ്യൽ മീഡിയയിൽ എത്തിയത്. കൂടാതെ ഈ ഒരു സബ്ജക്ട് മോഹൻലാൽ പോലൊരു മലയാള നടൻ ചെയ്താൽ ഗംഭീരമാകുമെന്നും ചില അഭിപ്രായങ്ങൾ വന്നിരുന്നു. അതിൽ ഏറ്റവും കൂടുതൽ പ്രശംസിച്ചത് തമാൻ ഒരുക്കിയ മ്യൂസിക് തന്നെയാണ്. തമാന്റെ BGM അത്ര വലിയ രീതിയിൽ പ്രശംസ നേടുകയുണ്ടായി. ഇതൊക്കെ ഒരു ഭാഗത്ത് വലിയ ചർച്ചകൾ നടക്കുമ്പോൾ ഇവരൊക്കെ മോഹൻലാൽ സിനിമകളിൽ എത്തിയാലെന്നുള്ള ഒരു വലിയ ആഗ്രഹം അവർ പ്രകടിപ്പിച്ചുകൊണ്ട് വരുന്നുണ്ട്. അങ്ങനെ ഒരു ആഗ്രഹത്തിലേക്ക് സഞ്ചരിക്കുമ്പോൾ ഈ പറഞ്ഞു വരുന്ന മോഹൻലാൽ പ്രോജക്റ്റിൽ എത്താൻ പോകുന്നത് ഇങ്ങനെ ചില ടെക്നീഷ്യന്മാരാണ്. DOPയും സംഗീതവും യഥാക്രമം കോളിവുഡിലും ടോളിവുഡിൽ നിന്നുള്ള മികച്ച ടെക്നീഷ്യന്മാർ കൈകാര്യം ചെയ്യുന്ന ഒരു മോഹൻലാൽ പ്രോജക്റ്റ് അണിയറയിൽ സംഭവിക്കുന്നു എന്നാണ് പുതിയൊരു വെളിപ്പെടുത്തൽ. കൂടാതെ മറ്റു ഭാഷകളിൽ നിന്നും പ്രമുഖ താരനിരയും ചിത്രത്തിൽ ഉണ്ടാകും എന്നതാണ് ആദ്യ സൂചനയായി അവർ പങ്കുവച്ചിരിക്കുന്നത്. ഇത്രയും മാത്രം സൂചനകൾ നൽകിക്കൊണ്ട് ഇതുവരെ ആരും വെളിപ്പെടുത്താത്ത ഒരു പ്രോജക്റ്റ് അണിയറയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു, അത് ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുന്നു എന്നാണ് പറയാൻ കഴിയുന്നത്. ഇങ്ങനെ ഒരു പ്രോജക്റ്റ് നേരത്തെ സംഭവിച്ചത് ഋഷഭ പോലൊരു സിനിമയായിരുന്നു. അത് ഓൾറെഡി ഷൂട്ടിംഗ് ഒക്കെ അവസാനിപ്പിച്ച് പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കുകളിലാണ്. ഉടനെ തന്നെ നമ്മുടെ മുന്നിലേക്ക് റിലീസായി ആ ചിത്രം എത്താൻ സാധ്യതയും വെക്കുന്നു. എന്നാൽ അതുപോലൊരു വലിയ പ്രോജക്റ്റ് മോഹൻലാലുമായി ചേർന്ന് ഒരുക്കാൻ പോകുന്നു എന്നാണ് പറയുന്നത്. കൂടുതലും അന്യഭാഷയിലുള്ള ഗംഭീര ടെക്നീഷ്യന്മാരാണ് ഈ ചിത്രത്തിൽ സഹകരിക്കാൻ പോകുന്നത്. വീണ്ടും ഒരു പാൻ ഇന്ത്യൻ ചിത്രമാണോ എന്നതൊക്കെയാണ് പലരും ചോദിച്ചു വരുന്നത്. കൂടുതൽ കാര്യങ്ങളൊന്നും വെളിപ്പെടുത്തിയില്ലെങ്കിലും മോഹൻലാലിന്റേതായി ഒരു ഗംഭീര സിനിമ കൂടി അണിയറയിൽ സംഭവിക്കുന്നു എന്നാണ് ഇവർ പറഞ്ഞു വെക്കുന്നത്. എമ്പുരാൻ എന്ന സിനിമയ്ക്ക് ഒരു പോസിറ്റീവ് റെസ്പോൺസ് കിട്ടിയാൽ ഇതിന്റെയൊക്കെ അപ്പുറം നിൽക്കുന്ന പ്രോജക്റ്റുകൾ സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്ന് തന്നെ ഇപ്പോൾ പറയാൻ കഴിയും. എന്തായാലും അങ്ങനെയും ചില സർപ്രൈസുകൾ മോഹൻലാൽ ആരാധകർക്ക് ഇന്നേ ദിവസം കേൾക്കാൻ പറ്റി.